ടീം ഇന്ത്യയെ സമനിലയിലൊതുക്കി ടീം ശ്രീലങ്ക. ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക നേടിയത് 50 ഓവറിൽ 230-8. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 47.5 ഓവറിൽ 230 ഓൾ ഔട്ട് ആവുകയായിരുന്നു. ശ്രീലങ്കയുടെ ഇന്നിംഗ്സിലേക്ക് വരുമ്പോൾ ദുനിത് വെല്ലാലകയാണ് ടോപ്പ് സ്കോററായത്. നേടിയത് 65 ബോളിൽ നിന്ന് 67 റൺസ്. പാത്തും നിസംഗ 75 ബോളിൽ നിന്ന് 56 റൺസും. വാനിഡു ഹസരംഗ 24, ജുനിത് ലിയാനഗെ 20, അഖില ധനഞ്ജയ 17. ഒരു ഘട്ടത്തിൽ തകർന്നു നിന്നിരുന്ന ശ്രീലങ്കയെ രക്ഷപ്പെടുത്തിയത് ദുനിത് വെല്ലാലകയുടെ മികച്ച ബാറ്റിംഗ് പ്രകടനമായിരുന്നു. 65 ബോളിൽ നിന്ന് 7 ഫോറും 2 സിക്സും അടക്കം നേടിയത് 67 റൺസായിരുന്നു. ടീം സ്കോർ 50 ഓവറിൽ 230-8. ഇന്ത്യയ്ക്കു വേണ്ടി ശിവൻ ഡൂബെ, കുൽദീപ് യാദവ്, വാഷിംഗ്ടൺ സുന്ദർ, മുഹമ്മദ് സിറാജ് ഓരോ വിക്കറ്റ് നേടിയപ്പോൾ അർഷദീപ് സിംഗ്, അക്ഷർ പട്ടേൽ 2 വിക്കറ്റ് വീതം നേടി. ഇന്ത്യയുടെ ഇന്നിംഗ്സിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ചേർന്ന് മികച്ച തുടക്കമാണ് നൽകിയിരുന്നത്. രോഹിത് ശർമ്മ 58 റൺസ് നേടി. അതിൽ 7 ഫോറും 3 സിക്സും ഉൾപ്പെടും. ശുഭ്മാൻ ഗിൽ നേടിയത് 16 റൺസ്. വിരാട് കോഹ്ലിക്ക് 24 റൺസ് നേടാൻ മാത്രമേ ശ്രേയസ് അയ്യർ 23, KL രാഹുൽ 31, അക്ഷർ പട്ടേൽ 33, ശിവൻ ഡൂബെ 25. ഇന്ത്യ ഈസിയായിട്ട് ജയിക്കും എന്ന് വിചാരിച്ച മാച്ചായിരുന്നിട്ട് കൂടി ഇന്ത്യയെ സമനിലയിൽ ഒതുക്കിയത് ശ്രീലങ്കയുടെ ബോളിംഗ് കരുത്ത് തന്നെയാണ്. വാനിഡു ഹസരംഗയും ചാരിത് അസലങ്കയും ചേർന്നാണ് ഇന്ത്യൻ ബാറ്റിങ്ങിനെ കുരുക്കിയത്. ഹസരംഗ 10 ഓവറിൽ 58 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് നേടിയപ്പോൾ ചാരിത് അസലങ്ക 8.5 ഓവറിൽ 30 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റും. 14 ബോളിൽ നിന്ന് 1 റൺസ് മാത്രം നേടി വിജയിക്കേണ്ട സാഹചര്യത്തിലിരുന്നപ്പോഴായിരുന്നു അർഷദീപ് സിംഗിൻ്റെ വിക്കറ്റ് എടുത്ത് അസലങ്ക ഇന്ത്യയെ സമനിലയിൽ കുരുക്കി. ശ്രീലങ്കയ്ക്ക് വേണ്ടി അസിത ഫെർണാണ്ടോ, അഖില ധനഞ്ജയ 1, ദുനിത് വെല്ലാലക 2 വിക്കറ്റും വാനിഡു ഹസരംഗയും ചാരിത് അസലങ്കയും ചേർന്ന് 3 വിക്കറ്റ് വീതം നേടി. ദുനിത് വെല്ലാലകയാണ് പ്ലെയർ ഓഫ് ദി